ഇവിടെയാണ്, ഇറാനിലാണ് ജനിച്ചത്. ആ രാജാവിന്റെ വഫാത്ത് എപ്പോഴാണെന്നറിയോ? ആ രാജാവ് വഫാത്തായത് ഹിജ്റ 633 റജബ് 6-നാണ്. ഇവിടെയാണ് വഫാത്തായത്, ഇവിടെയാണ് കിടക്കുന്നത്. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താൻ ഹിന്ദ് എന്നറിയപ്പെടുന്ന മഹാൻ. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ നാട്, ആ ഇന്ത്യയിലുള്ള രാജസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന്, ജയ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 125-130 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് അജ്മീർ. ആ അജ്മീരിൽ കിടക്കുന്ന മഹാൻ, ആ അജ്മീരിൽ കിടക്കുന്ന മഹാൻ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാദി അത്വാഉർ റസൂൽ ബിദ്അത്തുൽ ബതൂൽ ഖാജാ മുഈനുദ്ദീൻ ജിസ്തി ഹസനുസ് സഞ്ചരി സുമ്മൽ അജ്മീർ. ഇന്ത്യയും അജ്മീറും, ഇന്ത്യയും അജ്മീർ ഖാജാ തങ്ങളും തമ്മിലുള്ള ബന്ധം തിരുനബി തങ്ങൾ പല മഹാന്മാരെയും പല നാടുകളിലേക്കും പറഞ്ഞയച്ചിട്ടുണ്ട്. എത്രയോ മഹാന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നാൽ അജ്മീർ എന്ന് കേൾക്കുമ്പോ ചിലർ ചിന്തിക്കും, എപ്പോഴാണ് ഈ അജ്മീർ ഖാജാ തങ്ങൾ? അടുത്ത കാലത്ത് ജീവിച്ച് വഫാത്തായി പോയ മഹാനാണ്. പല ആണ്ട് നേർച്ചകളും ഉറൂസുകളും നാം കേട്ടിട്ടുണ്ട്. പക്ഷേ അജ്മീർ ഉറൂസ്, അജ്മീർ ആണ്ട് നേർച്ച, അജ്മീർ നേർച്ച ഇപ്പം വ്യാപകമായി നടക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം തങ്ങളുടെ കാലത്ത് തന്നെ ജീവിച്ച മഹാനാണ് ഖാജാ തങ്ങൾ. 24-ാമത്തെ വയസ്സിൽ 5 മാസവും 7 ദിവസവും മഹാനായ ഗൗസുൽ അഅ്ലം തങ്ങളുടെ സവിധത്തിൽ പോയി അവിടെ താമസിച്ച മഹാനാണ്. മാത്രമല്ല, ലോകത്ത് 4 ഖുത്ബുകളുണ്ട്, 4 അഖ്താബുകള്, 4 ഖുത്ബുകൾ. ഒന്നാമത്തെ ഖുത്ബ് ഗൗസുൽ അഅ്ലമാണ്, രണ്ടാമത്തെ ഖുത്ബ് റിഫായി ശൈഖാണ്, മൂന്നാമത്തെ ഖുത്ബ് അഹ്മദുൽ ബദവി തങ്ങളാണ്, 4-ാമത്തെ ഖുത്ബ് ഇബ്രാഹിം അദ്ദസൂഖി തങ്ങളാണ്. എന്നാൽ മഹാന്മാര് പറയുന്നത് 4 ഖുത്ബുകളല്ല, ലോകത്ത് 6 ഖുത്ബുകളുണ്ട്. 6 ഖുത്ബുകൾ ലോകത്തുണ്ട്. അതിൽ 5-ാമത്തെ ഖുത്ബ് ആരാണെന്നറിയോ? ഇമാമുന ശാസിലി തങ്ങളാണ്. 6-ാമത്തെ ഖുത്ബ് ആരാണെന്നറിയോ? അത് ഇന്ത്യ രാജ്യത്തിന്റെ രാജാവായ അജ്മീർ ഖാജാ തങ്ങളാണ്. 6-ാമത്തെ ഖുത്ബാണ് അജ്മീർ ഖാജാ. നമ്മുടെ ഇന്നത്തെ മജ്ലിസിൽ സ്വലാത്തിന്റെ കൂടെ ഖാജയുടെ ആണ്ടും ഉറൂസും അനുസ്മരണവും നാം ഇവിടെ നടത്തിയിരുന്നു. അജ്മീർ ഖാജാ തങ്ങൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. കുന്തു ജാലിസൻ ഫീ ഖുബാലത്തി റൗദത്തി ശരീഫ ഫജാഅ النداء من داخلها أن ادخل علينا يا معين الدين فدخلت عليه وسلمت على جدي بأحسن التسليم. മഹാനായ ഖാജാ തങ്ങളുടെ പേര് ഹസൻ എന്നാണ്. ഹസൻ എന്നാണ് ഉമ്മയും ബാപ്പയും വിളിച്ചത്. മുത്തുനബി തങ്ങൾ ഖാജാ തങ്ങളെ വിളിച്ചു. സമ്മാക ത്വഹ മുഈനൻ ഹാമിയൻ ദീനഹു ഹബാക റബ്ബുക കുല്ലൽ ഖദരി വൽ ഇളാമി. അജ്മീർ ഖാജാ തങ്ങൾ പറയാണ്, ഞാനും എന്റെ 40 മുരീദന്മാരും, അതിൽ ആരുണ്ട്? ബഖ്തിയാരിൽ ഖാഖിയ ദഹ്ലവിയുണ്ട്,
ആരാണ് ബഖ്തിയാരിൽ കാക്കി? ഡൽഹിയിൽ കിടക്കുന്ന മഹാനാണ്. ഖുതുബ് മിനാർ എന്ന് പറയുന്ന ഖുതുബ് മിനാർ ഖുതുബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചതാണ്. ഖുതുബ് മിനാർ നിർമ്മിച്ചത് ബഖ്തിയാരിൽ കാക്കി ദഹ്ലവി തങ്ങളുടെ സ്മരണക്കാണ്. ആ മഹാനായ ബഖ്തിയാരിൽ കാക്കി ഖാജാ തങ്ങളുടെ ശിഷ്യനാണ്. അങ്ങനെ ഖാജാ തങ്ങൾ പറയാണ്, ഞാനും എന്റെ 40 മുരീദന്മാരും എവിടെ പോയി സിയാറത്തിന്? എന്റെ പാപ്പയായ മുത്തുനബി തങ്ങളെ 13ാമത്തെ പേര് കുട്ടിയാണ് ഖാജാ. പാപ്പാനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ റൗളയുടെ മുന്നിൽ ഞാൻ അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്നൊരു വിളിയാളം കേൾക്കുന്നു. എന്താണ് വിളിയാളം എന്നറിയോ? മോനെ മൊയ്നുദ്ദീനെ, അകത്തേക്കൊന്ന് കടന്നു വരോ. അകത്തേക്കൊന്ന് എന്നെ വിളിച്ചു. റൗളയിൽ നിന്ന് കേൾക്കുന്നു. മൗലിദ് കിതാബിൽ വളരെ വ്യക്തമായി തന്നെയുണ്ട്. ഫദഖൽതു അലൈഹി, ഞാൻ ഉള്ളിലേക്ക് കടന്നു. ഫസല്ലംതു അലാ ജദ്ദി ബിഹ്സനി തസ്ലീം, നല്ല റാഹത്തോടെ എൻ്റെ ഉപ്പാപ്പയോട് ഞാൻ സലാം പറഞ്ഞു. ഫറദ്ദ, അപ്പോൾ സലാം പറഞ്ഞപ്പോൾ സലാം മടക്കിയതിന്റെ ശേഷം അവിടുന്ന് ഒരു വാക്കിങ്ങനെ കേൾക്കുകയാണ് പറയുന്നത്. എന്താ വാക്ക്? ഇന്നി വളഅതു അലാ റഅസിക താജ വിലായത്തി ഹിന്ദുസ്ഥാൻ. മോനെ മൊയ്നുദ്ദീനെ, നിന്റെ തലയിൽ ഞാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു നാടിന്റെ കിരീടം നിന്റെ തലയിൽ ഞാൻ വെച്ചു തരുകയാണ്. ഫസ്ഹബി ഇലൈഹി വജ്അലിൽ അജ്മീറ മസ്കനക മിൻ ബൈനിൽ ബുൽദാൻ വസതുദ്ഫനു ഫീഹി വയതബറകു ബികൽ ഇഖ്വാൻ അലാ മമർദിൽ അസ്മാൻ. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു നാടുണ്ട്. ആ നാട്ടിലേക്ക് പോവണം. ആ കിരീടം നിന്റെ തലയിൽ ഞാൻ വെച്ചു തരാം. അവിടെ പോയിട്ട് എന്ത് വേണം? അവിടെ ദീനി ദഅവത്ത് നടത്തണം. വരാം. ഹിന്ദുസ്ഥാനിലെ അജ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് ഹിന്ദുസ്ഥാനിലേക്ക് പോകണം. അവിടെ അജ്മീർ എന്ന് പറയുന്ന ആ നാട്ടിന്റെ ഇടയിൽ ഒരു അജ്മീർ ഉണ്ട്. ആ അജ്മീർ പറഞ്ഞത് മുത്തുനബിയാണ്. അവിടെ പോയി താമസിച്ച് അവിടെ തന്നെ എന്റെ പൊന്നുമോനെ പ്രവചനം നടത്താണ്. എവിടെയാ മരിക്കാം? മൊയ്നുദ്ദീൻ, എവിടെയാ നിങ്ങൾ മരിക്കലെന്നറിയോ? അജ്മീറിലാണ് നിങ്ങളുടെ വഫാത്ത്. ആ അജ്മീറിൽ തന്നെ നിങ്ങൾ വിശ്രമിക്കും. ആ അജ്മീറിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ അതേ മൊയ്നുദ്ദീനെ നിങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കോ. അതേ ലക്ഷോപലക്ഷം ജനങ്ങൾക്കൊരു അഭയമായിരിക്കോ. എവിടെയാണ് ഖാജാ തങ്ങൾ? ഇറാനിൽ ജനിച്ച ഖാജാ തങ്ങൾക്ക് എന്ത് ഹിന്ദുസ്ഥാൻ? അജ്മീർ അറിയില്ല. ഖാജാ തങ്ങൾ അവിടുന്ന് പറയാണ്, ഞാൻ അവിടുന്ന് റൗളയിൽ നിന്ന് മയങ്ങിയപ്പോൾ അവിടുന്ന് എന്റെ ഹബീബ് വരികയാണ്. വന്നിട്ട് വാറാനി മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള ആ ലോകമൊന്ന് കാണിച്ചു തരുകയാണ്. എന്നിട്ടോ വഅശാറ ഇലാ ജബലി അജ്മീർ, അജ്മീറിന്റെ പർവ്വതം നോക്കൂ മോനെ മൊയ്നുദ്ദീനെ, അജ്മീറിന്റെ പർവ്വതം എനിക്ക് കാണിച്ചു തരുന്നു. എന്നിട്ടോ അവിടുന്ന് മുത്തുനബി തങ്ങളെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് കയ്യിലേക്ക് കൊടുക്കുന്നു. വഅറാനി, അതേ വഅറാനി മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. അങ്ങനെ വഅശാറ ഇലാ ജബലി അജ്മീർ വഅത്വാനി റുമ്മാനൻ മിനൽ ജിനാൻ. റുമ്മാമ്പയം, സ്വർഗത്തിൽ നിന്നുള്ള റുമ്മാമ്പയം മുത്തുനബി കൊടുക്കുന്നു. മൗലിദ് കിതാബിലുള്ള വരികളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് മഹാനവറുകൾ വരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലാഹോർ വഴി ഡൽഹി വഴി ഇന്ത്യയിലേക്ക് എത്തുന്നു.
ഇന്ത്യയിലേക്ക് ഇങ്ങനെയുള്ള ഒരു ആൾ വരുമെന്ന് 12 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അന്ന് അജ്മീർ ഭരിച്ചിരുന്നത് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന കിസ്റ കൈസർ രാജാവിനേക്കാളും സൈന്യബലമുള്ള ഒരു രാജാവായിരുന്നു. ആ രാജാവിന്റെ അമ്മ നക്ഷത്ര നോട്ടക്കാരിയായിരുന്നു, അമ്മയായിരുന്നു. സിഹിർ താണ്ഡവമാടിയ കാലമായിരുന്നത്. അന്നത്തെ പല ജ്യോത്സ്യന്മാരും പ്രവചനം നടത്തി, പൃഥ്വിരാജ് ചൗഹാൻ രാജാവേ, അറേബ്യയിൽ നിന്നൊരു ഫക്കീർ വരാനുണ്ട്. ആ ഫക്കീർ വന്നാൽ നിങ്ങളുടെ രാജധികാരം നഷ്ടപ്പെടും, നിങ്ങളുടെ രാജധികാരം നഷ്ടപ്പെടും എന്ന് പ്രവചനം നടത്തി. ആ ഫക്കീർ വരികയാണ് ഹിജറ 561 വന്നിട്ട്. വരുന്ന സമയത്ത് എവിടെയാണ് ഇന്ത്യ എന്നറിയില്ല. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രാജാവിന്റെ അമ്മ, നക്ഷത്ര നോട്ടക്കാരിയായ അമ്മ പറഞ്ഞു, മോനോട്, മോനെ, അറേബ്യയിൽ നിന്നൊരു ഫക്കീർ വരാനുണ്ട് മോനെ. ആ ഫക്കീർ ഒരു വലിയൊരു പുതിയൊരു മതക്കാരനാണ്. ആ ഫക്കീർ ദൈവകൃപയുള്ള ഒരാളായിരിക്കും. ആ ഫക്കീർ വന്നാൽ നീ ആ ഫക്കീറിനെ വിശ്വസിച്ചോളൂ, അല്ലെങ്കിൽ നിന്റെ രാജധികാരം നഷ്ടപ്പെടും. നീ എവിടെ നിന്ന് ആരാധിക്കുന്ന ആരാധനകളൊന്നും ആ ഫക്കീർ കൊള്ളാത്ത ആളാണ്. അന്ന് മുതൽ പൃഥ്വിരാജ് ചൗഹാൻ വിടുന്നു. നോക്ക്, ആരാണ് ഈ ഫക്കീർ? ഈ ഫക്കീറിനെ ഇവിടെ വരാൻ സമ്മതിച്ചൂടാ. അങ്ങനെ ഇരിക്കുകയാണ് അവിടുന്ന് ഖാജാ തങ്ങൾ അജ്മീറിലേക്ക് വരുന്നത്. അവര് നാട് വിട്ട് വന്നത് എന്തിനാ? അവര് കുടുംബം വിട്ട് വന്നത് എന്തിനാ? ജനിച്ച നാട് വിടെ? ജനിച്ച നാട് ഇറാനിലാണ്. നാടും വീടും വിട്ടു വന്നത് അവരിവിടെ സുഖവാസത്തിന് വേണ്ടി വന്നവരല്ല. അവരിവിടുന്ന് സുഖിക്കാൻ വന്നവരല്ല. അവരിവിടെ ടൂറ് വന്നവരല്ല. ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി വന്നു. അജ്മീറിലേക്ക് എത്തിയപ്പോഴാണ് സുബ്ഹാനല്ലാഹ്, നാടറിയില്ല, ജനങ്ങളറിയില്ല, അവിടെ കുടുംബമില്ല. അവിടുന്ന് അവർ കിടന്നത് എവിടെ? സുബ്ഹാനല്ലാഹ്, ഒട്ടകത്തിന് കെട്ടുന്ന തണൽ മരത്തിന്റെ കീഴിൽ അവിടുന്ന് പാണ്ഡങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് അവിടെ മഹാനവറുകളും 40 മുരീദന്മാരും താമസിച്ചു. അങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്കാണ് ഒട്ടകം കൂട്ടം കൂട്ടമായി വരുന്നത്. ഏതാണ് ഈ ഒട്ടകം? ഒട്ടകം രാജാവിന്റെ ഒട്ടകങ്ങളാണ്. ഈ കിടന്ന സ്ഥലം രാജാവിന്റെ ഒട്ടകങ്ങളെ കെട്ടുന്ന, അവര് കിടക്കുന്ന രാജാവിന്റെ ഒട്ടകങ്ങള് കിടത്തുന്ന, അവര് കെട്ടിയിടുന്ന സ്ഥലങ്ങളാണ്. ആള് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വന്നവരാണ്? നിങ്ങൾ എവിടുന്ന് വന്നവരാണ്? ഇവിടെ കിടക്കാൻ പറ്റൂല, ഇത് രാജാവിന്റെ ഒട്ടകത്തിന്റെ സ്ഥലങ്ങളാണ്. അവര് കിടക്കുന്ന, ഇവിടെ ഒട്ടകങ്ങളെ കിടത്തുന്ന സ്ഥലമാണ്. നിങ്ങൾ പോയിക്കോളോ, ഇവിടുന്ന് പോവണോ? രാജാവിന്റെ ഒട്ടകത്തിന്റെ ആളുകൾ പറഞ്ഞപ്പോൾ ഖാജാ ഒരു ഫക്കീറാണ്. ഖാജാ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കിടന്നോട്ടെ, ഞങ്ങൾ കിടന്നോട്ടെ, ഞങ്ങൾക്ക് താമസിക്കാനൊന്നുള്ള ഒരു വഴിയില്ലല്ലോ, ഞങ്ങൾ ഇവിടെ കിടന്നാളാൻ പറ്റൂല, പറ്റൂല, പറ്റൂല. ഖാജാ തങ്ങളെ കാണുകയാണ് ചോദിച്ചിട്ട് പോലും സമ്മതിക്കാതെ വന്നപ്പോൾ ഖാജാ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, ഒട്ടകം അവിടെ കിടന്നോട്ടെ, ഒട്ടകങ്ങൾ അവിടെ കിടന്നോട്ടെ, ഞങ്ങൾ പോയിക്കോളാം. അവിടുന്ന് ഹാജിയും 40 മുരീദന്മാരും പോയത് അനാസാഗർ എന്ന തടാകത്തിന്റെ ഭാഗത്തേക്ക് പോയി അവിടെ താമസം തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അന്നത്തെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ഒട്ടകത്തിനെ കൊണ്ടുപോകാൻ ഒട്ടകത്തിന്റെ ആളുകൾ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ ഒട്ടകം പോലും കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ചാട്ടമാർ ഒട്ടകത്തിന് യേശുന്നില്ല. അവസാനം എന്ത് ചെയ്യണം അറിയുന്നില്ല. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഇന്നലെ വന്ന ഫക്കീർ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഒട്ടകം അവിടെ കിടന്നോട്ടെ, ആ ഫക്കീറിന്റെ വാക്കായിരിക്കാം ഒട്ടകം എഴുന്നേൽക്കാത്തത് എന്ന് പറഞ്ഞിട്ട് നേരെ ഒട്ടകത്തിന്റെ ആള് ഫക്കീറിനോട് പോയി പറയാണ്, ഞങ്ങളെ ഒട്ടകം എഴുന്നേൽക്കുന്നില്ല. അതേ ഒട്ടകം റബ്ബിന്റെ സമ്മതത്തോടെ എഴുന്നേറ്റോട്ടെ. പറയേണ്ട താമസം സുച്ചിട്ടതുപോലെ കിടന്ന ഒട്ടകങ്ങൾ എഴുന്നേൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ വാർത്ത അജ്മീറിൽ മുഴുവനും
തുറക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അജ്മീർ മുഴുവനും ഈ ഒരു കഥ എവിടുന്ന്, ചരിത്രം എവിടുന്ന് പരന്നു കിടക്കാൻ. പിന്നീട് ഹാജാത്തങ്ങൾ ചെയ്ത വിപ്ലവം. ഞാനിത് പറഞ്ഞാൽ ചിലപ്പോൾ നേരം വെളുത്തു പോകും. നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഹാജിക്ക് ഏതായാലും അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. നല്ല ആമീൻ പറ. കാരണം ഒരാളോട് ആലിമ്യങ്ങൾക്കൊരു മഹബത്ത് ഉണ്ടെങ്കിൽ അള്ളാഹു ആലിമ്യങ്ങളെ കൽബിൽ മഹബത്ത് ഇട്ട് കൊടുത്തത് കൊണ്ടാണല്ലോ മഹാനായ ഉമ്മ വഫാത്തായിട്ട് കുറെ ഉമ്മാന്റെ ആണ്ടുണ്ടായിട്ടില്ല, മൂന്നാമത്തെ ആണ്ടാണ് മിനിയാന്ന് കഴിഞ്ഞത്. അള്ളാഹു ആ പൊന്നുമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ. ആ ഉമ്മയുടെ ഖബർ അല്ലാഹു തആല വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആ ഉമ്മ ഖബറിൽ വെച്ച് സന്തോഷിക്കാൻ ആയിരക്കണക്കിന് ആലിമ്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ദുനിയാവിലൊന്നുമില്ല, ദുനിയാവ് നശ്വരമാണ്. ഇത് ശാശ്വതം മാർക്കും ഒരിക്കലുമല്ല. ഇവിടെ പുറത്തവരാരും ഇന്നിവിടില്ല. എത്ര ആളുകൾ കഴിഞ്ഞുപോയി. ജയലളിത മരിച്ചപ്പോൾ ജയലളിതയുടെ ആസ്തിയെ കുറിച്ച് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത് 21,000 കോടി ആസ്തിയാണ് ജയലളിതയ്ക്ക് മരിക്കുന്ന സമയത്തുണ്ടായത്. എന്താ കൊണ്ടുപോയത്? ഒരു ശൈയും കൊണ്ടുപോയിട്ടില്ല. അപ്പോ നമുക്ക് കൊടുക്കാനുള്ളത്, എന്നോട് സുഹരി ഉസ്താദ് ഈ വിഷയം പറഞ്ഞപ്പോ ഞാൻ വല്ലാത്തൊരു സന്തോഷിച്ചു പോയി. കാരണം എന്താ, ഇപ്പൊ അടുത്തായി ഒരു കാര്യമായൊരു വലിയൊരു സമ്പന്നൻ, ഞാനുമായി വലിയൊരു ബന്ധാണ്. ഒരുപാട് പള്ളികളും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുത്ത ആലിമീങ്ങളോടൊക്കെ വലിയൊരു മഹബത്തുള്ള മനുഷ്യനാണ്. ഗൾഫിൽ തന്നെ ഒരു സ്വലാത്തിന്റെ മജ്ലിസ് 50 കൊല്ലത്തിലേറെയായി മൂപ്പര് തുടങ്ങിയിട്ട് ഒരു വലിയൊരു സമ്പന്നനാണ്. മൂപ്പരോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, ആജിക്ക, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളൊന്നും ചെയ്തു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നല്ല മരിച്ചാലും കിട്ടുന്ന ഒരു എന്തെങ്കിലും ഒരു സംഭവം എന്നോട് പറഞ്ഞു, നിങ്ങളൊരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തുടങ്ങിക്കോ, ഞാൻ എല്ലാ സൗകര്യം ചെയ്തെന്നോളാം. എനിക്കെന്ന് എന്നും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം നമുക്ക് നാളത്തേക്കുള്ളത് ഇത് മാത്രമാണ്. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനം, നമുക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുന്ന സന്താനം. അല്ലാഹുവേ, നീ നല്ല എല്ലാ നിലക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഞാൻ ഹാജാത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ നീണ്ടുപോകും. അങ്ങനെ അവസാനം അത് നാട്ടിലൊക്കെ പാട്ടായി. പിന്നെയോ പിന്നെ എവിടുന്ന് അനാസാഗര തടാകത്തിൽ നിന്ന് ജനങ്ങൾ ഈ ഫക്കീറിനെ കാണാൻ വേണ്ടി വരും. എന്താ ഈ ഫക്കീറിന്റെ പതിവ്? ഈ ഫക്കീറിന്റെ പ്രത്യേകത എന്താണ്? സുബ്ഹാനല്ലാഹ്. ഇവിടെ ഇസ്ലാം വളർന്നത് യുദ്ധം കൊണ്ടല്ല, വാള് കൊണ്ടല്ല ഇസ്ലാം വളർന്നത്, ആയുധങ്ങളെ കൊണ്ടല്ല ഇസ്ലാം വളർന്നത്. അവരുടെ ജീവിതമാണ്. ഹാജാത്തങ്ങൾ വഫാത്താകുന്ന സമയോ 96 വയസ്സ് വരെ മഹാനവറുകൾ ജീവിച്ചൊരു അഭിപ്രായ പ്രകാരം, മറ്റൊരു അഭിപ്രായ പ്രകാരം 111 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര ആളുകളാണ് അജ്മീർ ഹാജിയുടെ കാരണം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നത്? 99 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒരൊറ്റ ദിവസം മാത്രം അവിടുന്ന് ആക്രമിക്കാൻ വേണ്ടി വന്നു. ആയുധധാരികളായ ശത്രുക്കളുടെ പട്ടാളക്കാര് വന്നു. പട്ടാളക്കാര് വന്ന് എന്തിനീ ഹാജയെ കൊല്ലാനാ വന്നത്? സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ നിൽപ്പിൽ നിന്ന് തന്നെ 70ഓളം പട്ടാളക്കാര് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അവിടുന്ന് ഈ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടുത്തു. ആ അജ്മീർ ഹാജ